ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിത് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. 7 കപ്പ് ബർഫിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. 7 കപ്പ് ബർഫി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത തേങ്ങയാണ്. ഇനി അതിലേക്ക് 1 കപ്പ് കാഷ്യൂനട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ മാത്രമാണ് 2 കപ്പ് ചേർക്കുന്നത്, ബാക്കിയെല്ലാം ഓരോ കപ്പ് മതി. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നെയ്യ്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പാലും കൂടെയാണ്. നമ്മൾ ഏത് കപ്പാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം അതേ സെയിം കപ്പിലായിരിക്കണം എടുക്കേണ്ടത്. അത് അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമ്മളിനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ടിയായി പോകും, അടി പിടിക്കാനും ചാൻസ് ഉണ്ടാകും. നല്ലൊരു സ്വീറ്റാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. പാനിൽ നിന്ന് വിട്ടു വരുന്ന സ്റ്റേജാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു ട്രേയിലേക്ക് മാറ്റാം. നെയ്യ് പുരട്ടിയ ട്രേ വേണമെന്നില്ല, നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലും മതിയാവും. ഒരു സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരുത്താവുന്നതാണ്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ തണുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് വയ്ക്കണം. ഇല്ല, നല്ലതുപോലെ തണുത്തതിന് ശേഷമാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നല്ല രുചികരമായ 7 കപ്പ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്